ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് പറയേണ്ട ആളുകൾ നിങ്ങളോട് പറയും. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാനല്ലല്ലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് എന്നെ ഇത് ഏൽപ്പിച്ചത്. രാജിവെക്കൽ എൻ്റെ മുമ്പിലുള്ള അജണ്ടയല്ല. ഇത് നിങ്ങൾ ചില കൽപ്പിത കഥകൾ മെനഞ്ഞുണ്ടാക്കുക ചെയ്തത്. നിങ്ങൾ പറഞ്ഞു ഇന്നലെ ഞാനിവിടെ വന്നത് പിന്നെ രാജിക്കത്ത് കൊടുക്കാനാണ്. ഞാൻ വന്നത് ഇതിനല്ല. ഞാൻ വന്നത് KTDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഓഫീസിൽ ചില കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട്. 1. 2, ഇന്ന് CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗമാണ്. ആ CITU സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ നിങ്ങളുണ്ടാക്കുന്ന കഥക്കല്ല ഞാനെന്തിനാ മറുപടി പറയുന്നത്? അത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കൂ. അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ലല്ലോ. ഏത്? അതെല്ലാം സംഘടനാപരമായ കാര്യമല്ലേ. സംഘടനാപരമായ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാനതിന് സന്നദ്ധനല്ല. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ടും സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ടും അങ്ങേക്കെതിരെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറല്ല. സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കളുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ രംഗത്തുള്ള 1ാം നമ്പർ സ്ഥാപനമാണ്. ഇത്തവണയും കേരളത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജ്. നിങ്ങൾക്ക് ഈ വാർത്ത തന്ന ആൾ, ഈ വാർത്തക്കൊരച്ഛനുണ്ടല്ലോ, അത് അന്വേഷിക്കുക നിങ്ങൾ ആദ്യം. എന്നിട്ട് അതൊന്ന് പുറത്തു വിടും. ഓക്കെ. ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഒരുക്കല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. സംഘടനാപരമായ ഒരു കാര്യവും നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഓക്കെ. KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെക്കുമോ എന്നുള്ളതായിരുന്നു അറിയേണ്ടിയിരുന്നത്. രാജിവെക്കില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണങ്ങൾ അതൊക്കെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ PK ശശിയുടെ പ്രതികരണം വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക തിരിമറി, സ്വജനപക്ഷ നിലപാട്, ഇതൊക്കെ PK ശശി സ്വീകരിച്ചു എന്ന വിമർശനമാണ് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായതായി നമ്മൾ അറിഞ്ഞത്. എന്നാൽ അതിനെയെല്ലാം കഥകളാക്കി, കൽപ്പിത കഥകളാക്കി മാറ്റുകയാണ് PK ശശി. പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യം എന്താണ്? അതാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. R. ശ്രീജിത്ത്, ചെയർമാൻ സ്ഥാനം ഒന്നും ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല PK ശശി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കില്ല, അതിനല്ല തന്നെ ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നാണ് PK ശശിയുടെ പ്രതികരണം. അതിനുശേഷം അദ്ദേഹം ഈ CITUവിൻ്റെ ഭാരവാഹി യോഗം കഴിഞ്ഞ് ഈ ഇവിടം വിട്ടു പോവുകയും ചെയ്തു. പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ ശരിയാണോ അല്ലയോ എന്ന് പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം പാർട്ടി നടപടികൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാൻ തന്നെ ഒരുക്കമല്ല. താൻ നല്ല കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രതികരണം. എന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി, CPIMൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് അദ്ദേഹത്തിനെതിരായ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ PK ശശിയെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന കാര്യം വസ്തുത തന്നെയാണ്. അതിൽ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടിവള്ളിയാകുന്നത്. കാരണം ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് PK ശശി. നേരത്തെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു. ഒരു വനിതാ നേതാവിൻ്റെ പരാതിയെ തുടർന്നാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി തരം താഴ്ത്തപ്പെട്ടത്. എന്നാൽ ഈ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സ്വീകരിച്ച നടപടി CPIMൻ്റെ സംഘടനാ രീതി പ്രകാരം അത് നടപടി പ്രാബല്യത്തിൽ വരണമെങ്കിൽ മേൽക്കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അദ്ദേഹത്തിൻ്റെ മേൽക്കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയാണ്. ഈ മാസം 31 ചേരുന്ന CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇത് ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോൾ മാത്രമേ PK ശശിക്കെതിരായ നടപടി പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നടപടിയുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന സാങ്കേതിക ന്യായങ്ങളിലൂന്നിയുള്ള ഒരു പ്രതികരണമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. നടപടിയുടെ കാര്യത്തിൽ മറ്റേ ഈ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഒരുപക്ഷെ പാർട്ടിയും അദ്ദേഹത്തോട് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകില്ല. സംസ്ഥാന സെക്രട്ടറിയാണ് ഓരോ ചുമതലകളിലേക്കും പാർട്ടിയുടെ നേതാക്കന്മാരെ ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് PK ശശിയെ 2021 അദ്ദേഹത്തിന് ഷൊർണൂർ സീറ്റ് രണ്ടാമത് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്നീടുള്ള
ഒരു സ്ഥാനമായി ഈ KDDC ചെയർമാൻ സ്ഥാനം നൽകിയത്. ആ തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു. എന്നാൽ സംഘടനാപരമായ സാങ്കേതിക നടപടികൾ ഇനിയും മറ്റ് അച്ചടക്ക നടപടികളുടെ കാര്യത്തിൽ ബാക്കിയുണ്ട്. അത് ഈ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുക എന്നാണ്. ആ കാര്യം ഇനി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും താൻ കൂടി പങ്കെടുത്ത യോഗത്തിൻ്റെ തീരുമാനത്തെപ്പറ്റിയുള്ള നിഷേധം നടത്തിയതും അങ്ങനെ ഒരു കാര്യം അറിയില്ല എന്നാണ്. അതിന് കാരണം ഈ സാങ്കേതികത്വമാണ്. അതായത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുമ്പോഴേ നടപടി പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് R. ശ്രീജിത്താണ്, തിരുവനന്തപുരത്ത് നിന്ന്.